ഇന്നലെ നമ്മൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ഉണ്ടാകുന്നത്. ചിന്നയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. കൃത്യമായ ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് നേരെയുള്ള കുരുക്ക് മുറുകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചിന്നയ്യ ഇത്തരത്തിൽ വലിയൊരു വെളിപ്പെടുത്തലുമായി കോടതിക്ക് മുൻപിലെത്തിയ സമയത്ത്, ബെൽത്തങ്ങാടി കോടതിയിലെത്തിയ സമയത്ത് അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ഒരു തലയോട്ടി ഉണ്ടായിരുന്നു. ആ തലയോട്ടിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സ്ത്രീയുടെ അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ്, അവരുടെ തലയോട്ടിയാണ് എന്നതായിരുന്നു ഇത്തരത്തിൽ കോടതിയിൽ അയാൾ നൽകിയ വിശദീകരണം, അയാളുടെ മൊഴി. എന്നാൽ അതിനെ തീർത്തും വിരുദ്ധമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊരു പുരുഷൻ്റെ തലയോട്ടിയാണ് എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ചിന്നയ്യയുടെ ഭാര്യ മാധ്യമങ്ങളെ കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു. ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായി തന്നെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ കുടുംബവും പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടക്കാലത്ത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ കൂടി ചികിത്സാ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അന്വേഷണ സംഘം നേരത്തെ ഏത് രീതിയിലാണോ അന്വേഷണം ഉണ്ടായിരുന്നത് അതിന് തികച്ചും വിപരീതമായി ചിന്നയ്യയെക്കുറിച്ചും ചിന്നയ്യയെ സഹായിച്ച ആളുകളിലേക്കുമൊക്കെ തന്നെ അന്വേഷണം മാറുന്ന രീതിയിലേക്ക് പൂർണ്ണമായും മാറുന്നൊരവസ്ഥയുണ്ട്. ഇതിനിടെ തന്നെ ധർമ്മസ്ഥലയിലെ ധർമാധികാരി അടക്കം ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ കേരളത്തിലെയും കർണാടകയിലെയും BJP ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ വ്യാജ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിയമ നടപടികൾ വേണമെന്നുള്ളൊരു ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ ലോറി ഉടമ കൂടിയായിട്ടുള്ള മനാഫ്, അതോടൊപ്പം തന്നെ ചില ആക്ഷൻ കമ്മിറ്റി എന്നിവർക്കടക്കമെതിരെ ഇത്തരത്തിൽ ശക്തമായ നിയമ നടപടി വേണം. അവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു തക്കതായ അന്വേഷണം നടക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കേരളത്തിലെ BJPയും കർണാടകയിലെ BJPയും ഒരേ സമയം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ സഹായിച്ച ചില മാധ്യമപ്രവർത്തകർക്കെതിരെയും മാതൃകാപരമായ നടപടി വേണമെന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.